ഞാനൊരു പണിയാണ്. ഞാൻ ആധ്യാത്മമഞ്ജരി തയ്യാറാക്കുവാണ്. മംഗളക്കത്ത്, അതായത് എൻ്റെ മദറിൻ്റെ ഫീസ്റ്റാണ് അടുത്ത ആഴ്ച. അപ്പം മദറിന് കൊടുക്കാൻ ഇങ്ങനെ നമ്മൾ മദറിന് വേണ്ടി പ്രാർത്ഥിച്ചു, വിശുദ്ധ കുർബാന അർപ്പിച്ചു, എളിമ പ്രവൃത്തികൾ ചെയ്തു, ത്യാഗപ്രവൃത്തികൾ ചെയ്തു. ഇതെല്ലാം നമ്മൾ എഴുതി അതിൻ്റെ എണ്ണമൊക്കെ കണക്കാക്കി ഇതുപോലെ മനോഹരമായിട്ടൊരു ചിത്രമൊക്കെ വരച്ച് മദറിൻ്റെ ഫീസ്റ്റിൻ്റെ അന്ന് സമ്മാനിക്കും. മദറിന് സന്തോഷമാവില്ലേ? അതാണിത്, ആധ്യാത്മമഞ്ജരി. ഞങ്ങൾ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളിവിടെ കേട്ടു. ഓ ശരിയാണല്ലോ, അൽഫോൻസാമ ചെയ്തിട്ടുണ്ടല്ലോ. എന്താ എല്ലാവരും കൂടി വന്ന് ഇരുന്ന് പറഞ്ഞത്? ഇരുന്നേ. ആ പഠിച്ചോ? നേരത്തെ പഠിക്കാൻ പറഞ്ഞായിരുന്നല്ലേ? റെഡി ആയോ? കുറച്ചൊക്കെ വായിച്ചു കാണുമല്ലോ. ഒന്ന് അൽഫോൻസാമെ കുറിച്ച് പഠിച്ചു തുടങ്ങാം അല്ലേ? എന്നാ ഉണ്ട് വിശേഷം? സുഖമാണോ? എന്താ? അപ്പോൾ നിങ്ങൾ ഏകദേശമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചങ്ങ് തുടങ്ങാം. റെഡിയാണല്ലോ? അൽഫോൻസാമ ജനിച്ചത് എവിടെയാ? എല്ലാവർക്കും അറിയാവുന്ന. എന്ന്? 1910 ഓഗസ്റ്റ് 19. മാതാപിതാക്കളുടെ പേര്? അത്യാവശ്യമൊക്കെ പഠിച്ചു, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? എന്നാൽ പിന്നെ ഞാൻ ബാക്കി പറയാം. കുറച്ച് നമ്മളൊക്കെ ഇടയ്ക്ക് പറഞ്ഞൊക്കെ പോകാം. അൽഫോൻസാമയുടെ ജനനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? വളരെ സങ്കടകരമായൊരു കാഴ്ചയാണ് അല്ലേ? അൽഫോൻസാമയുടെ അമ്മ അൽഫോൻസാമയെ ഗർഭവതിയായിരിക്കുന്ന സമയത്ത് അമ്മയുടെ ചേട്ടത്തി അന്നമ്മ, മുരിക്കൽ അന്നമ്മ മിടുക്കിയായിരുന്നു. അപ്പോൾ അന്നമ്മ ഈ മറിയം ഏലിശുവായെ സന്ദർശിക്കാൻ പോയത് കേട്ടില്ലേ? അതുപോലെ ഒരു ദിവസം അന്നമ്മ മറിയത്തെ കാണാൻ വന്നു. അന്ന് നമ്മളല്ലേ ചേട്ടത്തി അനിയത്തിയൊക്കെ വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞാൽ ഉമ്മറത്തിണ്ണയിലിരുന്ന് കറന്ന് അവിടെ കർശനം കഴിയുമ്പം മറിയം അങ്ങ് മയങ്ങിപ്പോയി. അന്നമ്മ എഴുന്നേറ്റ് പോയി. ഒരു നിർഭാഗ്യം എന്ന് പറയാം, ഒരു പാമ്പ് ഇഴഞ്ഞു വന്ന് മറിയത്തിൻ്റെ ദേഹത്ത് കയറിയെന്നും അവൾ ഭയപ്പെട്ടു. അത് വളരെയധികം ദോഷം ചെയ്തു. പിന്നീട് 8 മാസം ആയപ്പോൾ, മാസം തികയാതെ അൽഫോൻസാമയെ പ്രസവിച്ചു. അതിലും വേദനാജനകമായത് എന്തായിരുന്നു? 3 മാസം അമ്മ മരിച്ചുപോയി അല്ലേ? അപ്പം അത് വളരെ വിഷമകരമായിട്ട്. പിന്നെ അൽഫോൻസാമയ്ക്ക് എത്ര സഹോദരങ്ങളുണ്ടായിരുന്നു? 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരു സഹോദരൻ കൊച്ചീപ്പൻ അല്ലേ, 8ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. പിന്നെ അൽഫോൻസാമയുടെ പിതാവ് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ എന്താ പറഞ്ഞിട്ടുള്ളത്? വിനയാന്വിതനായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അൽഫോൻസാമ അന്നമ്മ, അതായത് മുട്ടിച്ചിറ മുരിക്കൻ കുടുംബത്തിലെ അന്നമ്മയായിരുന്നല്ലോ അമ്മയുടെ ചേട്ടത്തി. അപ്പോൾ അന്നമ്മയെ ഏൽപ്പിച്ചായിരുന്നു അമ്മ മറിയം. അപ്പോൾ അന്നമ്മ എന്ത് ചെയ്തു? അൽഫോൻസാമയും കൊണ്ട് മുട്ടിച്ചിറയ്ക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ അതിലൊക്കെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അൽഫോൻസാമയുടെ വല്യമ്മച്ചി, നിങ്ങളുടെ വീട്ടിൽ വല്യമ്മച്ചിമാരുണ്ടോ? പോയി മിണ്ടാറുണ്ടോ? ഇനി മിണ്ടണം, അവരോട് പോയി സംസാരിക്കണം. അപ്പോൾ ഈ വല്യമ്മച്ചി എന്ത് ചെയ്യുന്നു? പുണ്യവതികളുടെയും പുണ്യവാന്മാരുടെയൊക്കെ കഥ പറഞ്ഞു കൊടുക്കുന്നു. ഒരു വിശുദ്ധിയുടെ കഥ എപ്പോഴും തന്നെ പറഞ്ഞു കൊടുത്തിരുന്നത് കേട്ടിട്ടുണ്ട്. അമ്മ ത്രേസ്യയുടെ കഥ അല്ലേ? അങ്ങനെ അമ്മ ത്രേസ്യയുടെ കഥയൊക്കെ കേട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അൽഫോൻസാമ ഈ ഭക്തിയുടെയും ദൈവസ്നേഹത്തിൻ്റെയൊക്കെ വഴിയിൽ തന്നെയാണ് വളർന്നു വന്നിരുന്നത്. പിന്നെ അൽഫോൻസാമയുടെ ആദ്യ കുർബാന സ്വീകരണം എന്നാണ് നടന്നത്? 1917 നവംബർ 27. മിടുക്കരാണല്ലോ, അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സന്തോഷമായി. അപ്പോൾ അതിനുശേഷം അൽഫോൻസാമ എടുത്ത ഒരു തീരുമാനമുണ്ട്, അത് നമുക്കും മാതൃകയാക്കാവുന്ന. എന്താണെന്ന് പറയാമോ? അത് മുടക്കിയിട്ടില്ല, പിന്നീട് ഒരിക്കലും മുടക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ അതുപോലെ തന്നെ വീടിനടുത്തുള്ള കർമ്മലീത്ത മഠത്തിലെ 2 സിസ്റ്റർമാർ വന്ന് എപ്പോഴും അൽഫോൻസാമയോട് പറയാം, നീ ഒരു പുണ്യവതി ആകണമെന്ന്. അങ്ങനെ പുണ്യവതി ആകണമെന്നുള്ളൊരു വലിയൊരാഗ്രഹം കുഞ്ഞിലെ തന്നെ അൽഫോൻസാമയിൽ വളർന്നു വന്നിരുന്നു. അതുപോലെ ഒരു ദിവസം ഈ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? വിശുദ്ധയാകണം, പുണ്യവതിയാകണം എന്നുള്ള ആഗ്രഹം കൂടി. അപ്പോൾ അതിനിടയ്ക്ക് അൽഫോൻസാമ 3ാം ക്ലാസ് വരെ എവിടെയാണ് പഠിച്ചത്? ആർപ്പൂക്കര തൊണ്ണകുഴി സ്കൂളിലാണ്. അതിനുശേഷം മുട്ടിച്ചിറയ്ക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നീട് പഠനം തുടർന്ന് മുട്ടിച്ചിറ മുരിക്കൻ കുടുംബത്തിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അന്നമ്മ നല്ല പ്രൗഢ ഗംഭീരയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. അവർ നല്ല ചിട്ടയിലും നിഷ്ഠയിലും ഒക്കെയാണ് അന്നക്കുട്ടിയെ വളർത്തി വന്നിരുന്നത്. അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ വളരെ പരിമിതമായിട്ടേ കൊടുത്തിരുന്നുള്ളൂ. അധികം സംസാരിക്കാൻ പാടില്ല, വളരെ ഭക്ഷണത്തിൽ ഒത്തിരി നിഷ്ഠയുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു വളർത്തിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൽഫോൻസാമ അധികം അങ്ങനെ മിണ്ടാതൊന്നും ഇല്ലായിരുന്നു. അപ്പം ഒരു പേരുണ്ടായിരുന്നു, ഒരു വിളിപ്പേരുണ്ടായിരുന്നു. ഇന്നിടത്തെ മിണ്ടാപ്പെണ്ണം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് അൽഫോൻസാമ 7ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണാലോചനകളൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങി. ഈ അന്നമ്മയ്ക്കൊരു നിഷ്ഠയുണ്ടായിരുന്നു, എൻ്റെ മകൾക്ക് ഒരു കുറവും വരരുത്, എവിടെ ചെന്നാലും മാറ്റി നിർത്തും, കുറവൊന്നും പറയരുതെന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതി വളർത്തി ഇവളെ നല്ലൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയക്കണം എന്നുള്ളതായിരുന്നു പേരമ്മയുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് വിവാഹാലോചനകളൊക്കെ ഇങ്ങനെ മുറയ്ക്ക് വന്നപ്പോൾ അൽഫോൻസാമയ്ക്ക് പുണ്യവതിയാകണം. അപ്പം വിവാഹം വേണ്ട, വിവാഹത്തേക്കാൾ
മരണം. ഇതായിരുന്നു അൽഫോൻസാമയുടെ മനോഭാവം. അപ്പോൾ എന്ത് ചെയ്തു, അൽഫോൻസാമ പേരപ്പനെ കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു പേരപ്പ, ഈശോ മിശിഹായുടെ 5 തിരുമുറിവുകളെ പ്രതി എന്നെ വിവാഹത്തിന് നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് അവൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അതോടെ വിവാഹാലോചനകൾക്കൊക്കെ ഒരു ചെറിയൊരു വിരാമം കുറിച്ച്, പക്ഷേ പൂർണ്ണമായിട്ടുമില്ല. എന്നിട്ട് എന്ത് ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പം നമ്മുടെ വീട്ടിലെ കാര്യം പോലെ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വിവാഹാലോചനകളൊക്കെ വന്നു. അപ്പോൾ അൽഫോൻസാമയ്ക്ക് മനസ്സിലായി കാര്യങ്ങളൊന്നും ഇവിടെ നിൽക്കത്തില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, എൻ്റെ സൗന്ദര്യമാണ് ഇതിനെല്ലാം കാരണം, നല്ല മിടുക്കിയായിരുന്നു, നല്ല സുന്ദരിയായിരുന്നു കേട്ടോ. അപ്പം സൗന്ദര്യമാണല്ലോ, അപ്പോൾ അത് നശിപ്പിച്ച് കളഞ്ഞാൽ ആരും വരത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു ശൈശവത്തിൻ്റെ ആ ബാല്യത്തിൻ്റെ ഒരു നിഷ്കളങ്കതയെ ചിന്തിച്ചപ്പോൾ കാലൊന്നും ചെറുതായിട്ട് പൊള്ളിക്കാമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷേ കുട്ടിയല്ല, അത്ര ഇതൊന്നും ഇല്ലാതെ വരുന്നതുകൊണ്ട് കാല് പൊള്ളിക്കാൻ കൊണ്ടുവച്ചു. പെട്ടെന്ന് താഴോട്ട് പോയി, കാല് മുഴുവൻ പൊള്ളി, വളരെ ഒരു ദാരുണമായൊരവസ്ഥ. കാല് മുഴുവൻ പൊള്ളി, അതിൻ്റെ വിരലുകളെല്ലാം ഒന്നായി പോയെന്നാണ് പറയുന്നത്. പിന്നീട് ഒത്തിരി ചികിത്സ നടത്തിയതിന് ശേഷം പൂർണ്ണമായിട്ട് ആ കാലിനൊരു സൗഖ്യം പിന്നീട് കിട്ടിയതായിട്ട് വല്ല അത്രയും ഒരു വലിയൊരു സഹനമായിരുന്നത്. അതിനുശേഷം ഈ അന്നമ്മയെ കർമ്മലീത്ത സന്യാസികൾ വീണ്ടും പ്രേരിപ്പിച്ചു, വേണ്ട ഇവളെ മടത്തി വിട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അന്നമ്മ ഒന്ന് ശാന്തമായി എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദിവസം മുട്ടിച്ചിറ മുരിക്കൻ ചാക്കോച്ചൻ, മുട്ടിച്ചിറ മുരിക്കൻ കുടുംബമാണല്ലോ, അപ്പോൾ അവിടെ ഭരണങ്ങാനത്തുനിന്ന് 2 സിസ്റ്റേഴ്സ്, അതൊന്ന് ഉർശിലാമയും കുറച്ച് 2-3 സഹോദരിമാരും അവിടെ വന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കിവിടെ ഒരു അന്നക്കുട്ടിയുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവളെ കൊണ്ടുപോകോളാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് സന്തോഷമായി. ഇവർ പറഞ്ഞു, എന്നാൽ ഞങ്ങൾക്ക് കാണണം, അന്നക്കുട്ടിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അതിനെന്താണെന്ന് പറഞ്ഞ് അൽഫോൻസാമയെ അന്നക്കുട്ടിയെ വിളിച്ചു വരുത്തി. അന്നേരം വന്നപ്പോൾ ഇവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടും. കാരണം എന്താണ്, അവളുടെ ആ ഒരു നിഷ്കളങ്കമായ മുഖവും നല്ല വിനയാന്വിതമായ പെരുമാറ്റം, നിങ്ങളെയൊക്കെ പോലെ തന്നെ നല്ല കുട്ടിയാണല്ലോ കാണുമ്പോൾ അവർക്ക് മനസ്സിന് പിടിച്ചു. അതിനുശേഷം 1927 പന്തക്കുസ്ത തിരുനാളിലന്ന് എന്ത് സംഭവിച്ചു, അന്നക്കുട്ടിയെ ഭരണങ്ങാനം പാരമ്പര്യത്തിൽ കൊണ്ടുവന്ന് അപ്പം കൊണ്ടുവന്ന് ആക്കുകയാണ്. അപ്പൻ പറഞ്ഞു, എന്ത് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഉർശിലാമയോട് പറഞ്ഞ് അമ്മ ഇവൾക്ക് ഇനിയെന്നും ഒരു അമ്മയായിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ 7ാം ക്ലാസ് പഠനം അൽഫോൻസാമ തുടരുന്നത് എവിടെയാണ്, ഭരണങ്ങാനത്ത് ബോർഡിങ്ങിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പം വളരെ മിടുക്കിയായിരുന്നു, പ്രസംഗം സാഹിത്യ രചനകൾക്കെല്ലാം മിടുക്കിയായതുകൊണ്ട് അവളെ സാഹിത്യ സമാജത്തിൻ്റെ സെക്രട്ടറി ആയിട്ടൊക്കെ എടുത്തു. അതുപോലെ നിങ്ങൾക്കുള്ളതുപോലെയൊക്കെ തന്നെ നല്ല ഓർമ്മശക്തി, ഇപ്പം നിങ്ങൾ നന്നായിട്ടൊക്കെ മറുപടി പറയുന്നില്ലേ, അതുപോലെ തന്നെ നല്ല വടിവൊത്ത കയ്യക്ഷരമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയും സത്യസന്ധതയും നിറഞ്ഞ സ്വഭാവവും പെരുമാറ്റമൊക്കെ. അപ്പം വളരെ ഇഷ്ടമായി. അങ്ങനെ അവൾ അവിടെ പഠനമൊക്കെ തുടർന്ന് വന്നു. അതിനുശേഷം ശിരോവസ്ത്രം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതെന്തായിരുന്നു നടന്നേ, ഓഗസ്റ്റ് 2-ന്. മിടുക്കരാണല്ലോ നിങ്ങൾ, നമ്പറും സംഖ്യയൊക്കെ നന്നായിട്ട് ഓർത്തിരിക്കുന്നുണ്ട്, മിടുക്കരാണ് കേട്ടോ. അങ്ങനെ ശിരോവസ്ത്രമൊക്കെ സ്വീകരിച്ചു. പക്ഷേ ശിരോവസ്ത്രം സ്വീകരിച്ചെങ്കിലും അൽഫോൻസാമയുടെ സൗന്ദര്യത്തിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല, നല്ല മിടുക്കിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പരീക്ഷണങ്ങളുണ്ടായി, പക്ഷേ അതെല്ലാം അതിജീവിച്ചു. അതിനുശേഷം അൽഫോൻസാമ എന്തിനു പോയി, എവിടെ പോയെന്നറിയാവോ, വാഴപ്പള്ളിയിൽ മലയാളം ഹയർ പരീക്ഷ പഠിക്കാൻ വേണ്ടി MH സ്കൂളിലേക്ക് വന്നു ചേർന്നു. അവിടെ പോയി അവിടെയും എല്ലാവർക്കും നല്ല അഭിപ്രായം, നല്ല മിടുക്കി കുട്ടി, നന്നായിട്ട് പഠിക്കും, പറയുന്നതെല്ലാം ഒറ്റ തവണ പറഞ്ഞാൽ മതി, എല്ലാം അക്ഷരം പ്രതി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പോകുന്നു. പക്ഷേ അവർ വാഴപ്പള്ളി സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് എങ്ങനെയാണ്, കൊന്തയൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു. കൂട്ടുകാർ വേറെ സിസ്റ്റർമാരും ഉണ്ട്, ശിരോവസ്ത്രം സ്വീകരിച്ചവരും ഉണ്ട്. അങ്ങനെ പോയി നന്നായിട്ട് പഠിച്ചു. പക്ഷേ എന്ത് പറ്റി, ആ സമയത്ത് മാരകമായിട്ടുള്ളൊരു രോഗം എന്ന് പറഞ്ഞാൽ രക്തസ്രാവം പിടിച്ചു. അത് വളരെ ബുദ്ധിമുട്ടായി മാറി. അങ്ങനെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് സർജറിയൊക്കെ ചെയ്തു. താൽക്കാലികമായിട്ടൊരു ശമനമൊക്കെ ഉണ്ടായി. പിന്നീട് പഠനം പൂർത്തിയാക്കി അവൾ 1932 എവിടെയാണ്, വാകക്കാട് പ്രൈമറി സ്കൂളിൽ അധ്യാപികയായിട്ടിരുന്നു. അവിടെയും നല്ല അഭിപ്രായം, നല്ല അധ്യാപിക, കുട്ടികളോടൊക്കെ നല്ല സ്നേഹം. പിന്നെ ഒരു കാര്യം നമ്മൾ പറയാൻ പറ്റും, ഈ അൽഫോൻസ എന്ന പേര് വന്നത് എങ്ങനെയാണ്, അവർ ശിരോവസ്ത്രം സ്വീകരിച്ച ദിവസത്തെ വിശുദ്ധൻ്റെ പേര് അൽഫോൻസ് ലിഗോരിയാണ്. അപ്പോൾ ആ ഒരു പേര് സ്വീകരിച്ചാണ് അൽഫോൻസ എന്ന് പേര് വന്നത്. അപ്പോൾ ഇങ്ങനെ പഠനമൊക്കെ നന്നായിട്ട് തുടർന്നു പോകുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 1934 ക്ലാര സഭയ്ക്ക് ഔദ്യോഗികമായിട്ട് നോവിഷ്യറ്റ് എന്ന് പറയുന്ന സംരംഭം ആരംഭിക്കുന്നു. നോവിഷ്യറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ, നവസന്യാസ പരിശീലനം. അതായത് സന്യാസ ജീവിതത്തിൻ്റെ പ്രഭാതമെന്നും ആധ്യാത്മിക ജീവിതത്തിൻ്റെ ശൈശവദശ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീവ്രമായ പഠനം, പ്രാർത്ഥന, പുണ്യങ്ങളൊക്കെ അഭ്യസിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കാൻ അൽഫോൻസാമയ്ക്ക് ഫസ്റ്റ് ബാച്ച് പ്രവേശിക്കാൻ സാധിച്ചില്ല, കാരണം അനാരോഗ്യം തന്നെ പ്രശ്നം. അങ്ങനെ അത് അൽഫോൻസാമ പ്രവേശിക്കുന്ന 1935 ഓഗസ്റ്റ് 11-ാം തീയതി സെക്കൻഡ് ബാച്ചിലാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ അൽഫോൻസാമ സെക്കൻഡ് ബാച്ച് പ്രവേശിച്ചു. വളരെ തീക്ഷ്ണതയോടുകൂടിയാണ്, വളരെ ആഗ്രഹത്തോടും സന്തോഷത്തോടും കൂടിയൊക്കെ അവിടെ പ്രവേശിച്ചു. നല്ല അവിടെ നോവിഷ്യറ്റിൽ ഗുരുനാഥനായിട്ടുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട ലൂയിസ് പെരുമാലാച്ചനായിരുന്നു. ആരായിരുന്നു മിസ്ട്രസ് ആയിട്ട് വന്നത്, ഉർശിലാമയായിരുന്നു.
അപ്പം ഇവർ പറയുന്ന ഒത്തിരി പഠനങ്ങളൊക്കെ കൊടുത്തു, അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് മിടുക്കിയായിട്ട് പോകുന്ന സമയത്ത് വീണ്ടും പഴയ രോഗം വന്നു. ഏതാണ്? രക്തസ്രാവത്തിൻ്റെ അസുഖം. അത് ഇപ്രാവശ്യം വളരെ ഗുരുതരമായിരുന്നു. വായിൽ കൂടിയും മൂക്കിൽ കൂടിയൊക്കെ രക്തം വരുന്നു, കാലിലൊരു വ്രണം ഉണ്ടായി. അങ്ങനെ നല്ലൊരു സഹനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ആ സമയത്താണ് ചാവറയച്ചനെ കുറിച്ചുള്ള പ്രസിദ്ധി വരുന്നത്. ചാവറയച്ചൻ്റെ മധ്യസ്ഥത്താൽ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നു. അപ്പം ഇവരെ മഠത്തിൽ മദറൊക്കെ പറഞ്ഞ് നമുക്ക് ചാവറയച്ചൻ്റെ നൊവേന 9 ദിവസത്തെ നൊവേന ചൊല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ 9 ദിവസത്തെ നൊവേനയൊക്കെ ചൊല്ലി 9-ാം ദിവസമായപ്പോൾ, അപ്പം അതുവരെ 8 ദിവസമായിട്ട് ഒരു വ്യത്യാസമൊന്നുമില്ല. 9-ാം ദിവസം അർദ്ധരാത്രി ആയപ്പം അൽഫോൻസായുടെ മുറിയിൽ നിന്ന് സംസാരം കേൾക്കുന്നു. അപ്പം മദർ ഉർഷിലാമയാണല്ലോ, നോവിഷ്യറ്റ് മിസ്ട്രസ്സാണ്. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പം മഠത്തിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, സൈലൻസ് ടൈം ഉണ്ട്, മിണ്ടടക്കം എന്ന് പറയും. ആ സമയത്ത് നമുക്കിങ്ങനെ ബഹളമൊന്നും വെക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥന, പഠനം, വചന വായന, വചന പഠനമൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു, ഇതെന്താണ് അൽഫോൻസായുടെ മുറിയിൽ നിന്ന് ആരാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് മദർ ഇച്ചിരി ദേഷ്യത്തോടെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നോക്കുമ്പം മുറി തുറന്ന് നോക്കിയപ്പോൾ അൽഫോൻസ് ആരോടോ സംസാരിക്കുന്നുണ്ട്, പക്ഷേ വേറെ ആരെയും കാണുന്നില്ല. അപ്പോൾ മദറിനെ കണ്ടുകൊണ്ട് അൽഫോൻസ് ദേ ചാവറയച്ചൻ വന്നിരിക്കുന്നു, പിതാവിനോട് മധ്യസ്ഥ ആശീർവാദം അപേക്ഷിക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേ അമ്മ ചോദിച്ചു, ഇതെന്താ നീ എന്താ ഈ പറയുന്നത്? അമ്മേ, എനിക്ക് ചാവറയച്ചൻ പ്രത്യക്ഷപ്പെട്ടു, എന്നോട് പറഞ്ഞു നിൻ്റെ രോഗം ഭേദമായിരിക്കുന്നു, പക്ഷേ ഇനിയും പലവിധ രോഗങ്ങളാൽ നീ പീഡിപ്പിക്കപ്പെടുമെന്ന് അൽഫോൻസാമ്മയോട് പറഞ്ഞു. അങ്ങനെ ഒത്തിരി സുഹൃതങ്ങളൊക്കെ ഈ നോവിഷ്യറ്റ് കാലത്ത് പരിശീലിച്ചു. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? നിത്യവ്രത വാഗ്ദാനം ചെയ്യണം. അതെന്നാണ് നടത്തിയത്? 6 ഓഗസ്റ്റ് 12-ാം തീയതി. അതിനുശേഷം നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം വീണ്ടും തിരിച്ച് എങ്ങോട്ട് പോയി? ഭരണങ്ങാനത്തിന് പോവുകയാണ് ചെയ്തത്. പിന്നീടുള്ള ജീവിതം മുഴുവൻ ഒരു സഹനത്തിൻ്റെ മെത്തയിൽ കടന്നുകൊണ്ടുള്ളൊരു ജീവിതമാണ്. അപ്പം അൽഫോൻസാമ്മ ഈ നോവിഷ്യറ്റ് കഴിഞ്ഞ് നിത്യവ്രത വാഗ്ദാനം കഴിഞ്ഞ് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ തീക്ഷ്ണതയാണ്. ഒത്തിരി സുഹൃതങ്ങളൊക്കെ ചെയ്യണം, എളിമ പ്രവർത്തികൾ ചെയ്യണം, ത്യാഗപ്രവർത്തികൾ ചെയ്യണം. അങ്ങനെ വളരെ രസകരമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഒത്തിരി രോഗങ്ങൾ വന്നുകൂടുന്നത്. അപ്പം ഇതിനിടയ്ക്ക് നമ്മൾ ഒരു കാര്യം ഞാൻ വിട്ടുപോയതുണ്ട്. അതായത് നോവിഷ്യറ്റ് കാലത്ത് രോഗം ഗുരുതരമായപ്പോൾ ഭരണങ്ങാനത്തിന് തിരിച്ചയച്ചേക്കാം, വേണ്ട ഇനി ഇവൾക്ക് തുടരാൻ സാധ്യതയല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം എന്നാൽ മെത്രാനച്ചനോടൊന്ന് ചോദിച്ചേക്കാം എന്ന് പറഞ്ഞ് ആരോടാണ് ചോദിച്ചത്? ജെയിംസ് കാളാശ്ശേരി പിതാവിനോട്. അപ്പോൾ പിതാവ് അൽഫോൻസാമ്മയെ കാണാൻ മഠത്തിൽ വന്നു. മഠത്തിൽ വന്നപ്പോൾ പിതാവ് ഇവളോട് സംസാരിച്ച് കഴിയുമ്പോൾ പിതാവ് പറഞ്ഞു, അവളുടെ ആ ഒരു ദൈവികതയും ദിവ്യ ചൈതന്യവും അതുപോലെ തന്നെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങാനുള്ള നല്ല മനസ്സുമൊക്കെ കണ്ടപ്പോൾ പിതാവ് പറഞ്ഞു, അവളെ തിരിച്ചയക്കണ്ട, അവളിവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അൽഫോൻസാമ്മയ്ക്ക് നോവിഷ്യറ്റൊക്കെ തുടരാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഈ രോഗത്തിൻ്റെ എന്നെ നോവിഷ്യറ്റ് കഴിഞ്ഞ് തിരിച്ചു പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവൾ ഒരുപാട് പരസ്നേഹ പ്രവർത്തികൾ ഒത്തിരി ചെയ്യുന്നു. കാരണം പ്രാർത്ഥനയിൽ വളരുന്നതനുസരിച്ച് എന്തിലേയും വളർന്നു? ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്നു. പരസ്നേഹത്തിൽ വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ആധ്യാത്മിക മഞ്ജരി തയ്യാറാക്കുന്നത് പോലെ ഒത്തിരി സുഹൃതങ്ങൾ, എളിമ പ്രവർത്തികൾ, ഇപ്പം ആരും ചെയ്യാതെ ഇട്ടിട്ട് പോകുന്ന ജോലികളൊക്കെ കണ്ടുപിടിച്ച് അത് ചെയ്യുക. പിന്നെ അൽഫോൻസാമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അൽഫോൻസാമ്മ മിക്കവാറും മഠത്തിൽ തന്നെ കാണും. മറ്റ് സിസ്റ്റർമാർ ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്നവരോ ഒക്കെ കാണുമ്പോൾ അവർക്ക് എല്ലാത്തിനും സമയം തികയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവർ അലക്കിയിട്ടിട്ട് പോകുന്ന വസ്ത്രങ്ങളൊക്കെ എടുത്ത് മടക്കി വെക്കുക, അവർ അലക്ഷ്യമായിട്ട് ഇട്ടിട്ട് പോകുന്നു അല്ലെങ്കിൽ മറന്നു പോകുന്നു കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുക, മടമൊക്കെ അത്യാവശ്യം തന്നെ കൊണ്ടാവുന്ന പോലെ ക്ലീൻ ചെയ്യുക, ഇതൊക്കെ ചെയ്ത് അവൾ സുഹൃതങ്ങൾ അനുഷ്ഠിച്ചു പോന്നിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ അൽഫോൻസാമ്മ തനിക്ക് ഇത് ഞങ്ങൾ തലമുണ്ടെന്നാണ് പറയുന്നത്, ഈ വെയിലെന്ന് പറയും. അപ്പം ഒരു സഹോദരിക്ക് അത്യാവശ്യം യാത്ര പോകണേ, അപ്പം അവൾക്ക് നല്ലൊരു തലമുണ്ടില്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ സങ്കടപ്പെടുന്ന കണ്ടപ്പോൾ അൽഫോൻസാമ്മ എന്ത് ചെയ്തു? എന്നാൽ ഇത് അവൾക്കൊരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ, നല്ലതൊരെണ്ണം. അപ്പോൾ അതും എടുത്ത് ഈ സഹോദരിക്ക് കൊടുത്തു. പിറ്റേ ദിവസം ദേവാലയത്തിൽ പോകാനായിട്ട് അൽഫോൻസാമ്മയുടെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് ഓർക്കണം. അപ്പം എന്നിട്ട് എന്ത് ചെയ്യും? പഴയ ഒരെണ്ണം അത് അന്ന് രാത്രി തന്നെ കഴുകിയിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു സഹോദരി ഒരിക്കലും അൽഫോൻസാമ്മ ഇതുപോലെ ഒരു സുഹൃത മഞ്ജരി ഒരു സിസ്റ്ററിന് കൊടുക്കാനായിട്ട് തയ്യാറാക്കി വെച്ചതാണ്. വളരെ മനോഹരമായിട്ട് സമയമെടുത്ത് ചെയ്തതാണ്. പക്ഷേ അന്ന് കറണ്ടൊന്നും ഇല്ലാത്ത സമയമാണ്, മണ്ണെണ്ണ വിളക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മണ്ണെണ്ണ വിളക്ക് തട്ടി ഒരു സിസ്റ്ററിൻ്റെ കൈ തട്ടി അറിയാതെ ഇതിന് പുറത്ത് വീണു. നമ്മളാണെങ്കിൽ എൻ്റെ പൊന്നെ അത്രയും സമയം എടുത്ത് ചെയ്തതല്ലേ എന്നല്ലേ നമുക്ക്. പക്ഷേ അൽഫോൻസാമ്മ ശാന്തമായിട്ട്, സാരമില്ല സഹോദരി, അത് സാരമില്ല, ഞാൻ വേറെ ഇടം നല്ലത് തയ്യാറാക്കിക്കൊള്ളാം, സഹോദരി അറിയാതല്ലേ, വളരെ ശാന്തമായിട്ട് ആ സാഹചര്യം അങ്ങ് ഡീൽ ചെയ്ത് വിട്ടു. പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താണ്? അൽഫോൻസാമ്മയ്ക്ക് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ കറണ്ട് ഇല്ലായിരുന്നു, മണ്ണെണ്ണ. അപ്പം യുദ്ധത്തിൻ്റെയൊക്കെ സമയം വന്നപ്പം ക്ഷാമം വന്നു, മണ്ണെണ്ണ കിട്ടാറായി. അപ്പം വെളിച്ചം കിട്ടാൻ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അൽഫോൻസാമ്മയുടെ പ്രധാനപ്പെട്ട പരിപാടി എന്താണ്? അവിടെ ഇവിടെയൊക്കെ കിടന്ന് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് മെഴുകുതിരി തുണ്ടുകൾ കണ്ടെത്തി കൊണ്ടുവന്ന് ഇവർക്ക് സമ്മാനിക്കും. വലിയ നമുക്കിന്നത് വിലയില്ലെങ്കിലും അന്നത്തെ കാലത്ത് അതിന് വലിയ വിലയായിരുന്നു. അതുകൊണ്ട് പിന്നീട് ചരിത്രമൊക്കെ എഴുതിയവർ പറയുന്നത് അന്ന് അൽഫോൻസാമ്മ കുഞ്ഞു മെഴുകുതിരിയൊക്കെ പിറകെ നടന്ന് ഇന്ന് അൽഫോൻസാമ്മയുടെ ശവകുടീരത്തെങ്കിൽ അല്ലെങ്കിൽ കബറിടത്തിൽ കോടിക്കണക്കിന് മെഴുകുതിരികൾ ഉരുകി വീണുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? സിസ്റ്ററെ, അൽഫോൻസാമ ഒരു ഓസ്തിയുടെയും വീഞ്ഞിന്റെയും ഓസ്റ്റിയുടെ വീഞ്ഞിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അൽഫോൻസാമയ്ക്ക് ഈ കൊച്ചു സിസ്റ്റർമാർ നിങ്ങൾ ഒരു വിഷയം കോൺവെൻറ്റിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്, ഈ വെള്ള തലമുണ്ടിട്ടവർ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ബ്ലാക്ക് ആണ് അല്ലേ. അപ്പോൾ നിത്യവ്രതം ചെയ്ത് കഴിയുമ്പോഴാണ് ബ്ലാക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ വെള്ള തലമുണ്ടിട്ടവർ വ്രതം ചെയ്ത് പക്ഷേ അവർ ഓരോ വർഷം റിന്യൂ ചെയ്യുന്നവർ. അപ്പോൾ അവർ കുറേ കൂടി ഇതുപോലെ നോഷിറ്റ് പോലെ കൂടുതൽ പരിശീലനത്തിലായിരിക്കുന്നവരാണ്. അപ്പോൾ ഇവരെ കാണുമ്പോൾ അൽഫോൻസാമയ്ക്ക് വലിയ സ്നേഹമാണ്. അപ്പോൾ ഒത്തിരി ഉപദേശങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് നവസന്യാസിനികൾ എന്നാണ് അവരെ വിളിക്കുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ അൽഫോൻസാമ പറയും ഓസ്റ്റിയുടെയും വീഞ്ഞിൻ്റെയും കഥ പറഞ്ഞു തരാമെന്ന് പറയും. അപ്പോൾ ഓസ്റ്റിയുടെ വീഞ്ഞ് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ഓസ്റ്റിയും വീഞ്ഞും കണ്ടിട്ടില്ലേ? അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഗോതമ്പപ്പം നന്നായിട്ട് ഇടിച്ച് പൊടിച്ച് നല്ലതായിട്ട് അത് ഓസ്തി മാവാക്കി അത് അപ്പമായിട്ട് ചുട്ടെടുക്കുമ്പോൾ അത് വിശുദ്ധ കുർബാനയ്ക്കുള്ള ഓസ്തിയായിട്ട് തരും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടപ്പാടുകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും നമ്മളും ഇതുപോലെ ഇടിച്ച് പൊടിച്ച് ആയി തീരുമ്പം വിശുദ്ധ കുർബാന പോലെ നമ്മുടെ ജീവിതവും ഒരു ഓസ്തിയായിട്ട് മാറുമെന്നാണ് അൽഫോൻസാമ പറഞ്ഞത്. അതുപോലെ തന്നെ മുന്തിരി വീഞ്ഞ് എങ്ങനെ ഉണ്ടാകുന്നത്? മുന്തിരി ഇങ്ങനെ ചക്കിലിട്ട് ഞെക്കി ഞെരിച്ച് അതിൻ്റെ ചാറ് കിട്ടും. അത് വളരെ നാളുകൾ സൂക്ഷിച്ച് വെച്ച് അതിനെ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ എന്തുണ്ടായും? വീര്യമുള്ള വീഞ്ഞായിട്ട് മാറുന്നത്. അത് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പം അതുപോലെ കഷ്ടതകളും സഹനങ്ങളും ത്യാഗങ്ങളുമൊക്കെ ആകുന്ന ഈ അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങൾ കടന്നു പോകുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മളും വീര്യമുള്ള വീഞ്ഞായി മാറും, അല്ലെങ്കിൽ ദൈവസ്നേഹവും നന്മയും വിശുദ്ധിയുള്ള വ്യക്തികളായിട്ട് മാറും എന്നാണ് അൽഫോൻസാമ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ അൽഫോൻസാമ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, സ്വർഗ്ഗത്തിൽ നമുക്ക് മാളിക പണിയണം. സ്വർഗ്ഗത്തിൽ അപ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അല്ലേ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് അല്ലേ. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഓരോരുത്തരുടെയും പണി, അതായത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയം നമ്മുടെ ചെയ്തികൾ കൊണ്ട് നല്ല സുഹൃതങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്വർഗ്ഗത്തിൽ മാളിക പണിയണം. അതിനൊരു ട്രിക്ക് അൽഫോൻസാമ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ സ്വർഗ്ഗത്തിൽ മാളിക പണിയേണ്ടത്? പരസ്നേഹ പ്രവൃത്തി. അത് തന്നെ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, സഹനവും ത്യാഗവുമാകുന്ന കല്ലുകൾ കൊണ്ട് സ്വർഗ്ഗത്തിൽ നമ്മൾ മാളിക പണിയണമെന്ന് പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി ആർക്കാണ് സംശയമുള്ളത്? സിസ്റ്ററെ, കള്ളം കയറിയ എന്തൊരു സംഭവം ഇല്ലേ, അതൊന്ന് പറയാമോ? കള്ളം കയറിയത് അത് 1940 മോഷ്ടാവ്. അപ്പോൾ അൽഫോൻസാമ ഇങ്ങനെ രോഗിയായിട്ട് കിടക്കുകയാണ് വൈകുന്നേര സമയത്ത്. അപ്പോൾ അൽഫോൻസാമ മാത്രമേ മുറിയിലുള്ളൂ, ബാക്കി എല്ലാവരും പ്രേയറിന് ചാപ്പലിൽ പോയിരിക്കുകയാണ്. പള്ളിയിൽ പോയിരിക്കുന്ന സമയത്ത് അവിടെ അടുത്തുള്ള പരിചയമുള്ള ആൾ തന്നെയാണെന്ന് പറഞ്ഞ് ആ മുറിയിൽ കയറി, ദാരിദ്ര്യമാണ്, ഒന്നും ഇല്ലാത്ത സമയമാണ്. അപ്പോൾ അൽഫോൻസാമയുടെ മുറിയിൽ കുറച്ച് കുടയും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതെടുക്കാൻ വേണ്ടി കള്ളം കയറി വന്നു. അൽഫോൻസാമ പെട്ടെന്ന് ഞെട്ടിത്തരിച്ചു പോയി. പക്ഷേ അൽഫോൻസാമയുടെ ആ ഒരു പരസ്നേഹത്തിൻ്റെ ചൈതന്യം ആ കള്ളനോട് പോലും അൽഫോൻസാമ കാണിക്കുന്ന ഇങ്ങനെ. അൽഫോൻസാമ കള്ളനോട് പറയണ, കള്ള നീ വേഗം ഈ എന്നാ പെട്ടിയും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോക്കോ, അമ്മമാരിപ്പം പ്രാർത്ഥന കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിനക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല, വേഗം എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് കള്ളനോട് പറയണം. അത്രയും ഒരു നിഷ്കളങ്കമായ ഒരു മനോഭാവം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അൽഫോൻസാമ. പക്ഷേ ഈ കള്ളൻ കയറിയ സമയത്ത് അൽഫോൻസാമയ്ക്ക് ഭയങ്കരമായൊരു ഭയം, ഒരു വിഭ്രാന്തിയുടെ അവസ്ഥയിലേക്ക് അൽഫോൻസാമ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്തോ ഇരിക്കണോ? ഇരുന്നു എനിക്ക് കൂട്ടം നിൽക്കുകയാണ് അല്ലേ ക്ലാരക്കുട്ടി. അപ്പോൾ അൽഫോൻസാമയുടെ കഥ ഇഷ്ടപ്പെടുന്നുണ്ടോ? അറിയാമായിരുന്നു ഈ കഥയൊക്കെ? അറിയാവോ? ഇല്ല. കള്ളം കയറുന്നത് കേട്ടപ്പോൾ പേടി വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ ഈ കള്ളം കയറി കഴിഞ്ഞപ്പോൾ അൽഫോൻസാമയ്ക്ക് ഒരു മാനസിക വിഭ്രാന്തിയിലേക്കായി കഴിഞ്ഞപ്പം വായിക്കാൻ അക്ഷരങ്ങളൊക്കെ മറന്നുപോയി, ഒരു പ്രത്യേക അവസ്ഥയിലേക്കായിപ്പോയി. പിന്നീടൊന്നും വായിക്കും. പക്ഷേ അതൊരു നിമിത്തമായിരുന്നു എന്ന് വേണം പിന്നീട് പറയാനായിട്ട് സാധിക്കും. വീണ്ടും ഒരു 11.5 മാസത്തിന് ശേഷമാണ് അൽഫോൻസാമയ്ക്ക് ഈ വായിക്കാനായിട്ട്, പുസ്തകങ്ങൾ വായിക്കാനായിട്ടുള്ളൊരു കൃപ ലഭിക്കുന്നത്. അതുതന്നെ അൽഫോൻസാമയ്ക്ക് കാളാശ്ശേരി പിതാവ് കൊടുത്തൊരു പുസ്തകമുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം. അതിൻ്റെ പേരറിയാവോ? സ്നേഹനാഥൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്നേഹനാഥൻ എന്ന് പറഞ്ഞ പുസ്തകം അൽഫോൻസാമ ഇതെടുത്തിട്ട് പിതാവിനെ വായിച്ച് കേൾപ്പിക്കുകയാണ്. അതുമാത്രമല്ല അൽഫോൻസാമയ്ക്ക് വലിയൊരു സിദ്ധി കൂടി ലഭിക്കുകയാണ്. അതുവരെ അറിയത്തില്ലാതിരുന്ന തമിഴ് ഭാഷയിൽ വായിക്കാനുള്ള സിദ്ധിയാണ്. ഇത് ഇങ്ങനെ ഒരു കഴിവ് കിട്ടുന്നത് സാധാരണ രീതിയിൽ മിസ്റ്റിക്കുകൾക്കൊക്കെയാണ്. അത് അങ്ങനെ ഒരു മിസ്റ്റിക്കിൻ്റെ പേര് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആരാണ്? സിയനയിലെ വിശുദ്ധ കത്രീനയ്ക്ക് ലത്തീൻ ഭാഷ പഠിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ലത്തീൻ ഭാഷ വായിക്കാനും ഉള്ളൊരു കൃപ ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കള്ളം കയറിയൊരു അനുഭവത്തെ അത് പക്ഷേ ഒരുപാട് സഹനത്തിൻ്റെ ഒരു വേളയായിരുന്നു ആ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് സംശയമുള്ളത്? ക്ലാരക്കുട്ടിക്ക് സംശയമുണ്ടോ? എന്താണ് ഈ വട്ടയിലയുടെയും വെട്ടിയിലയുടെയും കഥ? വട്ടയിലയുടെയും വെട്ടിയില. അത് അൽഫോൻസാമ എപ്പോഴും പറയുന്നതും അതുപോലെ തന്നെ അൽഫോൻസാമയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഉപമയാണ് ഈ വട്ടയിലയുടെയും വെട്ടിയിലയുടെയും കഥ. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഒരു ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് വളവിടും അല്ലേ. അപ്പോൾ വളവിടാനായിട്ട് ഈ വട്ടയിലയും വെട്ടിയിലയൊക്കെ നമ്മൾ വെട്ടി അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്നിടും. 2 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് അത് മണ്ണിലൂടെ അലിഞ്ഞ് അത് വളമായിട്ട് മാറും.
അത് വളമായിട്ട് മാറുന്നതിലൂടെ ആ ചെടിക്കാണ് വളർച്ച ഉണ്ടാകുന്നത് അല്ലേ? ചെടി നന്നായിട്ട് തഴച്ചു വളരും, അതുപോലെ തന്നെ നല്ല ഉണ്ടാകും, അത് നല്ല കായ്കളുണ്ടാകും. പക്ഷേ നമ്മൾ പോയി പൂവിലൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ടല്ലോ, നല്ല കായാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ആസ്വദിച്ചിട്ട് നമ്മൾ തിരിച്ചിങ്ങി പോരും. നമ്മൾ ആരെങ്കിലും ചെടിയുടെ ചൂട്ടിൽ കിടന്ന വട്ടയിലെന്തി വെട്ടിയിലെന്തി എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഇല്ല. അൽഫോൻസാമ്മ പറയുന്നത് നമുക്ക് ഈ വട്ടയിലയും വെട്ടിയിലയും ആയ മതി. എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളൊന്നും ഇങ്ങനെ പ്രഘോഷിക്കേണ്ട. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു കൈ ചെയ്യുന്നത് ഇരു കൈ അറിയരുത്, മറുകൈ അറിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മളും ഈശോയും മാത്രം അറിഞ്ഞാൽ മതി, മറ്റാരും അറിയണ്ട. അതിൻ്റെ ഫലം പിന്നീട് ദൈവം അത് പുറപ്പെടുവിച്ചോളൂ. കാരണം അതുകൊണ്ടാണല്ലോ നമുക്ക് ഇന്ന് അൽഫോൻസാമ്മ എന്ന് പറഞ്ഞൊരു പുണ്യവതിയെ കിട്ടി. അൽഫോൻസാമ്മ ഇതൊക്കെ ചെയ്ത കാലത്ത് ഓർത്തോ, ഈ 2024 ഇങ്ങനെ കുറച്ച് സിസ്റ്റർമാരും പിള്ളേരും ഒക്കെ ഇങ്ങനെ ഇരുന്ന് അൽഫോൻസാമ്മയുടെ കഥ പറയുമെന്ന്, ഇതുപോലെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു പഠിക്കുമെന്നൊക്കെ വല്ല വിചാരിച്ചാണ് ഇത് ചെയ്ത്? അല്ല. അതാണ് പറഞ്ഞത്, വട്ടയിലെയും വെട്ടിയിലെയും ആയ മതി എന്നുള്ള ഒരു എളിമയുടെ, നിസ്സാരതയുടെ, സ്വയം മറിഞ്ഞിരിക്കുന്ന ഒരു മനോഭാവം, അതാണ് അൽഫോൻസാമ്മയെ വലിയവളാക്കി മാറ്റിയത്. മനസ്സിലായല്ലോ? ഇനി ആർക്കാണ് എന്താണ് സംശയം? സിസ്റ്ററെ, കാളാശ്ശേരി പിതാവിന്റെ ഒരു അസുഖം അൽഫോൻസാമ്മ ഏറ്റെടുത്തൊരു കഥയില്ലേ, അതൊന്ന് പറയാമോ? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൽഫോൻസാമ്മയ്ക്ക് ഈ സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഈശോയോടുള്ള വലിയൊരു സ്നേഹം ഹൃദയത്തിൽ. അപ്പോൾ ഈ അൽഫോൻസാമ്മ എപ്പോഴും പറയും, എൻ്റെ മണവാളൻ കുരിശിലാണ് കിടക്കുന്നത്, കുരിശിൽ കിടന്നപ്പോൾ അവിടത്തേക്ക് ആരും തിരിഞ്ഞു കിടക്കാനോ കൈയും കാലും അനക്കാനോ ഒന്നും സാധിച്ചില്ല, ആരും അദ്ദേഹത്തെ അവിടുത്തെ ശുശ്രൂഷിക്കാനില്ലായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ശുശ്രൂഷ ലഭിക്കുന്നു, എൻ്റെ കർത്താവിനേക്കാളും ഞാൻ കൂടുതൽ ശുശ്രൂഷകൾ സ്വീകരിക്കുന്നു, ഞാൻ കർത്താവിൻ്റെ മണവാട്ടിയല്ലേ. അപ്പം സഹനത്തിലേക്കൊക്കെ വിട്ടുവിടുമ്പോൾ അൽഫോൻസാമ്മ പറയുന്നതാണ്, ഞാൻ എൻ്റെ കർത്താവിന് സ്വയം ഒരു ബലിവസ്തുവായിട്ട് സമർപ്പിക്കുകയാണ്, കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ, കർത്താവിന് സ്വന്തം എന്നതുപോലെ എന്നോട് എന്തും ചെയ്തുകൊള്ളുക. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സഹനമൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അൽഫോൻസാമ്മ ഭയങ്കര സങ്കടമോ, ഈശോയ്ക്ക് എന്നോട് കിറുവാണോ, എനിക്ക് എൻ്റെ ഒരു സഹനമൊന്നും തരാത്തേ. ഈശോയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല ഈശോ സഹനവും കുരിശുകളും ഒക്കെ കൊടുക്കുന്നുള്ളൂ, അപ്പോൾ എന്നോട് സ്നേഹമില്ലല്ലോ, എന്നോട് കിറുവാന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൽഫോൻസാമ്മ എന്ത് ചെയ്യും? ഗുരുനാഥനോട് ചോദിക്കും, ഞാൻ എന്നാൽ കുരിശ് ചോദിച്ച് വാങ്ങിക്കോട്ടെ. ഈശോ തരാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചോദിച്ച് വാങ്ങും അല്ലേ? അപ്പം ഈശോ തരണം, എനിക്ക് ഇനിയും കുരിശുകൾ തരണമെന്ന് പറയും. അപ്പം അൽഫോൻസാമ്മ നോക്കുമ്പോൾ അങ്ങനെയാണ് ആയിരിക്കുമ്പോഴാണ് അറിയുന്നത് കാളാശ്ശേരി പിതാവിന് മലമ്പനി. അതുപോലെ തന്നെ മഠത്തിലെ ഒരു നല്ല ഉദ്യോഗങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു സിസ്റ്ററിനും മലമ്പനി പിടിച്ചു. അപ്പോൾ അൽഫോൻസാമ്മ പറയാണ്, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാനാണെങ്കിൽ ഈ രോഗവുമായിട്ട് ഈ കട്ടിലെ തന്നെ കിടക്കണം, എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് അൽഫോൻസാമ്മ അന്ന് പ്രാർത്ഥിക്കുകയാണെന്ത്, എനിക്ക് അവരുടെ മലമ്പനി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഇത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അൽഫോൻസാമ്മയ്ക്ക് ആ മലമ്പനി വരികയാണ് ചെയ്യുന്നത്. ഇനി ആർക്കാണ് സംശയം? സിസ്റ്ററെ, ഈ ആത്മാവിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിൻ്റെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രിയിൽ നമുക്ക് ഇരുട്ടാണല്ലേ, അപ്പോൾ ദൈവം ഒരു ആത്മാവിനെ ഒരു വിശുദ്ധിയിലേക്ക് അല്ലെങ്കിൽ ദൈവ ഐക്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വിവിധ പടികളുണ്ടെന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞ് നമ്മളോട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് എന്താണ് ഒരു ആത്മാവ്? ശുദ്ധീകരണ മാർഗം, പ്രകാശന മാർഗം, ദൈവ ഐക്യമാർഗം. അപ്പോൾ ഈ 3 മാർഗത്തിലൂടെ കടന്നു പോകുമ്പം ഈ ആത്മാവ്, ശുദ്ധീകരണ മാർഗത്തിലൂടെ കടന്നു പോകുന്ന ആത്മാവ് ആത്മാവ് എന്ത് ചെയ്യും? തൻ്റെ കുറവുകൾ, മാനുഷികമായിട്ടുള്ള ബലഹീനതകളൊക്കെ സ്വയം പരിത്യാഗത്തിലൂടെയും ത്യാഗങ്ങളുടെയും അനുചിന്തന പ്രാർത്ഥനയിലൂടെയൊക്കെ അതിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് സ്വാഭാവിക പ്രവണതകളൊക്കെ അതിജീവിച്ച് ഒരു എൻലൈറ്റ്മെൻറ്റ്, അതായത് ദൈവികമായിട്ടുള്ള രഹസ്യങ്ങളൊക്കെ വെളിവാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു. പ്രകാശനമാർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ കിട്ടുന്നത്. അൽഫോൻസാമ്മയ്ക്ക് ഒരു ആന്തരിക വെളിച്ചം, വെളിച്ചം കിട്ടും. അതുകൊണ്ടാണ് ഈ ഓസ്റ്റിയുടെയും മീഞ്ഞിൻ്റെയും കഥയൊക്കെ അവൾക്ക് തനിയെ കിട്ടുന്ന വെളിച്ചമാണ്, ഉൾവെളിച്ചമാണ്. അപ്പോൾ ഈ പ്രകാശന മാർഗത്തിലായി കഴിയുമ്പം സാധാരണ ഒരു ആത്മാവ് കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ആത്മാവിൻ്റെ രാത്രി എന്ന് പറയുന്നത്. അപ്പോൾ അൽഫോൻസാമ്മയ്ക്ക് അത് അനുഭവപ്പെട്ടു. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനന്ത നന്മയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചൊക്കെയുള്ള ബോധ്യം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വന്തം നിസ്സാരതയെക്കുറിച്ച് മനസ്സിലാവുന്നു. അപ്പം ദൈവത്തിന് എന്നിൽ ഇഷ്ടമില്ലയോ, എന്നോട് സ്നേഹമില്ലയോ, എൻ്റെ പ്രവർത്തികൾ ദൈവത്തിന് പ്രീതിപ്പെടുത്തുന്നില്ലയോ എന്നൊക്കെയുള്ളൊരു സംശയവും, ദൈവത്തിൻ്റെ സ്നേഹം അത്രമേൽ അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആകുമ്പോൾ ഒരു ഡൾനെസ് ഫീൽ ചെയ്യും. അപ്പം മുൻപ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻട്രസ്റ്റോടുകൂടി ചെയ്യാൻ പറ്റാതെ വരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? ആത്മാവ് വീണ്ടും എന്ത് ചെയ്യണം? ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനിലേക്ക് പോകാതെ എന്ത് ചെയ്യുകയാണ്? വീണ്ടും പഴയ ഭക്താനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്ത് തന്നെ മുമ്പോട്ട് പോവുകയാണ്. അപ്പം അവിടെ നമ്മളിപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് സൂര്യനെ നമുക്ക് നേരിട്ട് കാണാം അല്ലേ? അതേസമയം ഒരു കാർമേഘം വന്ന് മൂടിക്കഴിയുമ്പം എന്താണ്? നമുക്ക് ആ സൂര്യൻ്റെ ആ ഒരു ഇഫക്റ്റ് കിട്ടുന്നില്ല, പക്ഷേ സൂര്യൻ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു മൂടലാണ് ആത്മാവിൻ്റെ രാത്രി. നമുക്ക് അത് വലിയ മിസ്റ്റേക്കുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. മദർ തെരേസയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ജോൺ ഓഫ് ദ ക്രോസ്, വിശുദ്ധ കുരിശിൻ്റെ യോഹനൻ എന്ന് പറയുന്ന വലിയ വിശുദ്ധാത്മാവ്, അവരൊക്കെ വളരെ വളരെ മനോഹരമായിട്ട് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അൽഫോൻസാമ്മ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ട് മടുത്തോ? ഇരിക്കണോ? എന്നാൽ പയ്യെ നിമിഷം. പാവം കൊച്ച് അല്ലേ? ഞങ്ങൾ കൂട്ടാണ്, ഞങ്ങൾ ഫ്രണ്ട്സാണേ, ഞങ്ങൾ ചങ്സാണേ അല്ലേ? ഓക്കെ. പിന്നെ എന്താണ് സംശയം? ഈ കാക്കയുടെയും കുയിലിൻ്റെ ഒരു കഥയില്ലേ? കാക്കയുടെയും കുയിലിൻ്റെയും കഥ.
അതിനകത്ത് നമ്മൾ കാകകൃഷ്ണ പിക കൃഷ്ണ കോഫേദ പിക കാകയോ വസന്തകാല സംപ്രാപ്തിയെ കാക കാക പിക പിക അല്ല, മനസ്സിലായോ എന്താണ് സംഭവം? അൽഫോൻസാമ്മ അത് പറഞ്ഞു തരുന്നുണ്ട്. കാക്ക കാക്ക തന്നെ അല്ലേ, കുയിലും കുയിലും, അതായത് കാക്കയും കുയിലും നമ്മൾ പെട്ടെന്ന് കാണുമ്പം ഒന്നും മനസ്സിലാകത്തില്ല, ആളെ തിരിച്ചറിയത്തില്ല. പക്ഷേ വസന്തകാലമാകുമ്പം ഇവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണ്? ശബ്ദം അല്ലേ, കുയിൽ നന്നായിട്ട് നല്ല മധുരമായിട്ട് പാടാൻ തുടങ്ങും അല്ലേ. അപ്പം ഇതുപോലെയാണ് നമ്മുടെ കാര്യം. മനുഷ്യർ എല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ സഹനങ്ങളും കുരിശുകളും വേദനകളും നിന്ദനങ്ങളും അപമാനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പം നമ്മുടെ തനി നിറം പുറത്തു വരും. അപ്പം അങ്ങനെ നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കുന്നതെന്നാണ് അൽഫോൻസാമ്മ പറഞ്ഞത്. അപ്പം നമുക്ക് ജീവിതത്തിൽ എന്തുണ്ടാകണം? സഹനങ്ങളും ത്യാഗങ്ങളും ഒക്കെ ഉണ്ടാകണം. അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ണുനീരിൻ്റെ ഉപ്പില്ലാത്ത ഒരു വിഭവം അല്ലെങ്കിൽ ഒരു പ്രഭാത ഭക്ഷണം നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയ്ക്കൊരു സുഖമില്ല. നമ്മുടെ കഷ്ടതകളും നമ്മുടെ നഷ്ടങ്ങളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തെ മൂല്യമുള്ളതാക്കി തീർക്കുന്നത്. അത് അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത കാലത്തൊക്കെ ഒത്തിരി ആളുകളെ ഇങ്ങനെയുള്ള സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരെക്കുറിച്ച് മനസ്സിലാക്കി പഠിക്കുന്നുണ്ട്. പിന്നെ അൽഫോൻസാമ്മയ്ക്കുണ്ടായിരുന്ന 3 പ്രധാനപ്പെട്ട ഭക്തികളുണ്ട്, അത് മറന്നുപോയത്. ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഓർക്കുന്നുണ്ടോ? ഭക്തി, തിരുഹൃദയ ഭക്തി, പരിശുദ്ധ കനികാമറിയത്തോടുള്ള ഭക്തി, പിന്നെ യോസേപ്പിതാവിനോടുള്ള ഭക്തിയുണ്ട്. അതിൽ കൂടാതെ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി. അപ്പോൾ ഈ തിരുഹൃദയ മാസം അല്ലേ, ഏത് മാസമാണ്? ജൂൺ മാസം. അൽഫോൻസാമ്മ ഒരുപാട് സ്നേഹത്തോടെ ആചരിച്ചിരുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ അൽഫോൻസാമ്മ പറയുന്നതാണ്, എനിക്ക് നിന്ദനങ്ങളും അപമാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഈശോയുടെ തിരുഹൃദയത്തിൽ ഞാൻ കൊണ്ടുപോയി സമർപ്പിക്കും, ഒരു പുഷ്പമായിട്ട് സമർപ്പിക്കും. അതുപോലെ തന്നെ തിരുഹൃദയ മാസം ഒത്തിരി പ്രാർത്ഥനകൾ അൽഫോൻസാമ്മ ചൊല്ലിയിരുന്നു, തിരുഹൃദയത്തിൻ്റെ ജപമാല ചൊല്ലുമായിരുന്നു. അതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി അത് വളരെ പ്രകടമായിരുന്നു. അരൂപിക്കടുത്തുള്ള ദിവ്യകാരുണ്യ സ്വീകരണം എന്ന് പറഞ്ഞാൽ ഈശോയെ നേരിട്ട് സ്വീകരിക്കാൻ പറ്റാത്ത അവസരങ്ങൾ ഈശോയെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, അങ്ങയെ സ്വീകരിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അരൂപിക്കടുത്തുള്ള ഒരു പ്രത്യേക പ്രെയർ ഉണ്ട് അതിന്. അങ്ങനെ ചെയ്തിരുന്നു. പിന്നെ സാധിക്കുമ്പോഴെല്ലാം ദിവ്യകാരുണ്യത്തിന് വിസിറ്റ് ചെയ്യുക, ഈശോയെ പോയി കാണുക, സംസാരിക്കുക, അതൊക്കെ അൽഫോൻസാമ്മ ചെയ്തത്. പിന്നെ പരിശുദ്ധ കന്യകയോടുള്ള ഭക്തി ചെറുപ്പം മുതൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ശനിയാഴ്ചകളിൽ നമ്മൾ പള്ളിയിൽ പോയതായിരുന്നു. പിന്നെ ഓരോ കൊച്ചു ത്യാഗവും ചെയ്തിട്ട് പരിശുദ്ധ കന്യകയ്ക്ക് അത് സമർപ്പിക്കുമായിരുന്നു. ഈ മാസമൊക്കെ മാതാവിൻ്റെ രൂപമൊക്കെ അലങ്കരിച്ച് പ്രാർത്ഥിക്കുന്നിരുന്നു. പിന്നീട് അൽഫോൻസാമ്മയോട് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്ന് ചോദിച്ച് കൊച്ചു സിസ്റ്റർമാർ വന്നപ്പോൾ അൽഫോൻസാമ്മ പഠിപ്പിച്ചൊരു സുഹൃത ജപം ഉണ്ട്. ആർക്കെങ്കിലും അറിയാവോ? ജാനക്കറിയാവോ? എൻ്റെ അമ്മേ, എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുക്കുമാരന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പൂങ്കാവനമാക്കി തീർക്കണമേ. അപ്പോൾ അത് ഒരുപാട് ആവർത്തിച്ച് ചൊല്ലാനായിട്ട് അൽഫോൻസാമ്മ കൊച്ചു സഹോദരിമാരെയും കുട്ടികളെയൊക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ള, അൽഫോൻസാമ്മയ്ക്ക് കുട്ടികളെന്ന് പറഞ്ഞാൽ വലിയ ജീവനായിരുന്നു. നിങ്ങളെ വലിയ ഇഷ്ടം. അതുകൊണ്ടാണ് കുട്ടികൾ എപ്പോഴും അൽഫോൻസാമ്മയ്ക്ക് ചുറ്റുമുണ്ട് അല്ലേ. അപ്പോൾ അൽഫോൻസാമ്മ രോഗിയായിട്ട് മടത്തി കിടക്കുമ്പോഴും ഉച്ചയ്ക്ക് ഇൻ്റർവൽ ടൈമിലൊക്കെ സ്കൂൾ അടുത്തുണ്ട്, കുട്ടികളൊന്ന് ജനലിലൊക്കെ കുട്ടി അമ്മേ അൽഫോൻസാമ്മയെ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയും. അപ്പോൾ ആരോഗ്യമുള്ള സമയത്തൊക്കെ പുള്ളി ഇറങ്ങി വന്ന് മുറ്റത്തുള്ള ചാമ്പയും നെല്ലിക്കായും അല്ലെങ്കിൽ കൊച്ചു കൊച്ചു മിഠായിയും അല്ലെങ്കിൽ കുഞ്ഞ് കാശുരൂപമൊക്കെ കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, ഓരോ ടാസ്ക് കൊടുക്കും, ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് വരുന്നവർക്ക് ഓരോരോ കുഞ്ഞു സമ്മാനം. അത് വലിയ സമ്മാനമായിരുന്നു അല്ലേ. അപ്പോൾ അത് അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അൽഫോൻസാമ്മയോട് വന്ന് സംസാരിക്കാൻ, അൽഫോൻസാമ്മ കൊച്ചു സുഹൃത ജപങ്ങളൊക്കെ പഠിക്കാനും ഒക്കെ കുട്ടികൾക്ക് വലിയ താല്പര്യമായിരുന്നു. ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ പറയാം അൽഫോൻസാമ്മയെ കണ്ട മാലാഖയെ പോലെ ഇരിക്കും. കാരണം അതുകൊണ്ട് തന്നെ അവർ ഓടി വരുമായിരുന്നു, വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം പിന്നെ അൽഫോൻസാമ്മ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെ ചേർത്ത് നിർത്തി പിന്നെ അൽഫോൻസാമ്മ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ മഠങ്ങളിലൊക്കെ നമ്മൾ സിസ്റ്റർമാർ കുട്ടികൾക്ക് ലിസ്റ്റ് ഇടുമ്പം ഓരോ സിസ്റ്റേഴ്സിനും ഓരോ കുട്ടികളുടെ പേര് കൊടുക്കും, ഇന്ന കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ കുട്ടികളെല്ലാം പറയും, എൻ്റെ ദൈവമേ എനിക്ക് അൽഫോൻസാമ്മയെ കിട്ടണേ, അൽഫോൻസാമ്മ എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? പരീക്ഷയ്ക്ക് നല്ല മാർക്കായിരിക്കും. അപ്പോൾ അവർ പിള്ളേർ വന്ന് പ്രാർത്ഥിക്കണേ, പരീക്ഷയെ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് അൽഫോൻസാമ്മ മരിച്ചു കഴിഞ്ഞും കബറെടുത്തെങ്കിൽ ആദ്യം വന്ന് പ്രാർത്ഥിച്ചത്? കുട്ടികളാണ് അല്ലേ. കുട്ടികൾ വന്ന് പ്രാർത്ഥിച്ച് അവരുടെ കുഞ്ഞു സ്വപ്നങ്ങളൊക്കെ അൽഫോൻസാമ്മ നിറവേറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരിലൂടെയാണ് മാതാപിതാക്കൾ അറിയുന്നതും അൽഫോൻസാമ്മ വിശുദ്ധിയാണെന്നുള്ളത് ലോകത്തിന് മുഴുവൻ പ്രഘോഷിക്കപ്പെടുന്നു. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി ആർക്കെങ്കിലും സംശയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ അൽഫോൻസാമ്മ മരിച്ചതെന്നാണ് 1946 ജൂലൈ 28 അന്നൊരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ അതുപോലെ വളരെ സിമ്പിളായിട്ട് ആ മഠത്തിൻ്റെ 4 മൂലയിൽ ഒതുങ്ങിപ്പോയ ഒരു കൊച്ചു സിസ്റ്റർ അല്ലേ. ഒന്നും ലോകത്തിന് മുമ്പിൽ ഇന്നൊക്കെയാണെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഏറ്റവും നിസ്സാരമായ ഒരു ജീവിതം നയിച്ചു. പക്ഷേ ഇത്രയും ലോകത്തിൻ്റെ മുമ്പിൽ വലിയ പ്രകാശ ഗോപുരമായിട്ട് മാറാൻ സാധിച്ചു. അന്ന് അറിയപ്പെടുന്ന ഒരു ആളെ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അൽഫോൻസാമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഇല്ലായിരുന്നു. വളരെ ആ ബോർഡിങ്ങിൽ നിന്ന കുറച്ച് കുട്ടികളും മഠത്തിലെ ജോലിക്കാരും അല്ലെങ്കിൽ ആ അടുത്തടുത്തുള്ള കുറച്ച് ആളുകൾ മാത്രമൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷേ പിന്നീട് ആളുകളുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ മരിയ മെത്രാന്മാർ തന്നെയും ആ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും നിസ്സാരമായിട്ടുള്ളതാണെങ്കിലും അത് ഈശോയോട് ചേർന്നുള്ളൊരു ജീവിതമാണെങ്കിൽ അത് ഏറ്റവും വിലപ്പെട്ടാണ്. കാരണം ഈശോയോട് ചേർന്ന് അൽഫോൻസാമ്മയുടെ ജീവിതത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുമ്പോഴത്തേക്ക് അൽഫോൻസാമ്മ സഹിച്ചതുപോലെയൊക്കെ സഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. നമ്മളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒത്തിരി സഹനങ്ങളിലൂടെയൊക്കെ നമ്മളും കടന്നു പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതവും അൽഫോൻസാമ്മയുടെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ സഹനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ഉപമ കേട്ടിട്ടുണ്ട് അല്ലേ. 2 തോളിൽ കൊണ്ടുപോകുന്ന ഒരു കലത്തിൽ വെള്ളം ചോർന്ന് പോകുന്ന പോലെ നമ്മുടെ സഹനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ചോർന്നു പോകുന്നുണ്ട്. അതേസമയം അൽഫോൻസാമ്മ എന്ത് ഒട്ടും ചോർത്തിക്കളയാതെ മുഴുവനും സ്വർഗത്തിന് വേണ്ടി അത് നിക്ഷേപിച്ചു. അതിനെല്ലാം ഏറ്റവും രഹസ്യം എന്ന് പറഞ്ഞാൽ അൽഫോൻസാമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധമാണ്. ഇത് പരിശുദ്ധ ത്രിത്വം, ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും അമ്മയുടെ സ്നേഹനാഥനെ ഞാൻ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് സിസ്റ്റർമാർ തമാശ പറഞ്ഞപ്പോൾ അൽഫോൻസാമ്മ എൻ്റെ സ്നേഹനാഥനെ നിങ്ങൾക്ക് എങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും, എൻ്റെ സ്നേഹനാഥൻ എൻ്റെ ഹൃദയത്തിലാണെന്ന് പറഞ്ഞിട്ട് അതാണ് അൽഫോൻസാമ്മയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം അൽഫോൻസാമ്മയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നല്ലൊരു സെക്ഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. അപ്പം നിങ്ങളുടെ അൽഫോൻസാമ്മയുടെ ക്വിസ് മത്സരമൊക്കെ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് പഠിച്ചൊക്കെ ഓർക്കുന്നുണ്ടെന്ന് അറിയാം. അൽഫോൻസാമ്മയെ എന്നാണ് വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചത്? 1986 ഫെബ്രുവരി 8. എവിടെ വെച്ച്? ആരാണ് അന്ന് വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചത്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പാണ്. അന്ന് വേറൊരാളെ കൂടി നമ്മൾ അൽഫോൻസാമ്മയുടെ കൂടെ വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഇലിയാസ് അച്ഛനും കൂടി വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ച ഒരു ചടങ്ങിലാണ്. പിന്നീട് അൽഫോൻസാമ്മയെ എന്നാണ് വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്? 2008 ഒക്ടോബർ 12 ഓക്കെ. അപ്പോൾ നമ്മൾ അൽഫോൻസാമ്മയുടെ തിരുനാളിന് ഒരുങ്ങുകയാണ്. അപ്പം നിങ്ങൾക്ക് നല്ല ആശംസകൾ നേരുന്നു. എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് പിരിയാം അല്ലേ. അപ്പോൾ നമുക്കൊന്ന് അവസാനിപ്പിച്ചാലോ? അൽഫോൻസാമ്മയുടെ പ്രാർത്ഥന തന്നെ അങ്ങ് ചൊല്ലി പ്രാർത്ഥിക്കാം അല്ലേ. ഓക്കെ, ഞാൻ ചൊല്ലിത്തരട്ടെ. ഓ ഈശോനാഥ, അങ്ങയുടെ ദിവ്യഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ. സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള എൻ്റെ ആശയിൽ നിന്ന് എന്നെ വിമുക്തയാക്കണമേ. കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിജ ഉദ്യമത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കണമേ. ഒരു പരമാണുവും അങ്ങയുടെ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാലയിലെ ഒരു പൊരിയുമാകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമേ. സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നു കളയുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ. നീതിസൂരനായ എൻ്റെ ഈശോയെ, നിൻ്റെ ദിവ്യകതിരിനാൽ എൻ്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിന്റെ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ നിന്നോട് ഒന്നിപ്പിക്കണമേ. ആമേൻ.